അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള മാതാപിതാക്കളെ, സഹോദര സഹോദരിമാരെ, പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അനുഗ്രഹീതമായ ദുൽഹിജ്ജയുടെ പവിത്രമായ ദിനരാത്രങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന നാം ഓരോരുത്തരും വളരെ പ്രതീക്ഷയോടുകൂടി നോക്കിക്കാണുന്ന ഒരു സുദിനമാണ് അറഫയുടേതായ ദിനം, അഥവാ ദുൽഹിജ്ജ 9 സുദിനം. അന്നത്തെ ദിവസം നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കരണീയമായിട്ടുള്ള അനുഷ്ഠിക്കാനുള്ള അനുഷ്ഠാനം എന്നുള്ളത് പവിത്രമായ അറഫയുടേതായ സുന്നത്തായ നോമ്പാണ്. വളരെയധികം കൂലിയുള്ള അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിടിക്കാൻ വേണ്ടി നിർദ്ദേശിച്ചതായി അനുഗ്രഹീതമായ നോമ്പ് പല നിലയ്ക്കും സുന്നത്തായിട്ട് വരുന്നതാണ്. ഇൻഷാ അള്ളാഹ് അത് നമുക്ക് ഈ ഒരു സന്ദേശത്തിലൂടെ കൈമാറാം. അറഫയുടേതായ സുന്നത്തായ നോമ്പ് 3 നിലയ്ക്ക് സുന്നത്തായിട്ട് വരും. ആ കാര്യങ്ങളൊക്കെ നമ്മുടേതായ നീയത്തിൽ പ്രസ്തുതമായ നാം അനുഷ്ഠിക്കുന്നതായ ദുൽഹിജ്ജ 9 അറഫയുടേതായ സുന്നത്തായിട്ടുള്ള നോമ്പിൻ്റെതായ നീയത്തിൽ നാം കരുതി കഴിഞ്ഞാൽ പ്രതിഫലം നമുക്ക് ലഭിക്കും. കരുതാത്തവർക്ക് ലഭിക്കില്ല. കാരണം പ്രവാചകന്റെ അധ്യാപനമാണ് ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. ഏത് പ്രവർത്തനം ചെറുതോ വലുതോ ആകട്ടെ, പ്രതിഫലം ലഭിക്കണോ, അമലുകൾക്ക് പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുന്നത് നീയത്ത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മുടേതായ നീയത്തിൽ ഇനി പറയുന്ന കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ആ കൂലി കൂടി നമ്മുടേതായ ഉപാസനത്തിന്, വ്രതത്തിന്, നോമ്പിന് സൃഷ്ടാവായ അല്ലാഹു തആല നൽകുന്നതാണ്. അല്ലാഹു തആല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, അറഫയുടേതായ സുന്നത്തായ നോമ്പ് 3 നിലയ്ക്ക് സുന്നത്തായിട്ട് വരുമെന്ന് നാം പറഞ്ഞു. അതിൽ ഒന്നാമത്തത് അറഫയുടേതായ സുന്നത്തായ നോമ്പ് തന്നെയാണ്. രണ്ടാമത്തത് പരിശുദ്ധമായ ദുൽഹിജ്ജയുടേതായ ആദ്യത്തെ 10 ഒരു സുദിനമാണ് എന്നുള്ള നിലയ്ക്കും നോമ്പനുഷ്ഠിക്കൽ സുന്നത്താണ്. മാത്രവുമല്ല, മൂന്നാമത്തെ ഒരു നില എന്നുള്ളത്, മൂന്നാമത്തെ സുന്നത്തായിട്ട് കടന്നു വരുന്ന രൂപം എന്നുള്ളത് അല്ലാഹു തആല യുദ്ധം നിഷിദ്ധമാക്കിയ മാസമാണ് ദുൽഹിജ്ജ മാസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ റമളാൻ കടന്നു കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ നോമ്പനുഷ്ഠിക്കാൻ, വ്രതം നോറ്റു വീടുവാൻ വേണ്ടി തിരഞ്ഞെടുത്തത് ഈ മാസങ്ങളാണ്, യുദ്ധം നിഷിദ്ധമാക്കിയിട്ടുള്ള മാസങ്ങളാണ്. ആ നിലയ്ക്കും അറഫയുടേതായ സുന്നത്തായിട്ടുള്ള നോമ്പ് ഈ പറയപ്പെട്ട 3 രൂപത്തിലും അത് സുന്നത്തായിട്ട് കടന്നു വരുന്നതാണ്. ഇനി അറഫയുടേതായ സുന്നത്തായ നോമ്പിനെ അനുഷ്ഠിക്കാൻ തീരുമാനിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് കഴിഞ്ഞുപോയ റമളാനുകളിൽ ഏതെങ്കിലും നിർബന്ധമായിട്ടുള്ള നോമ്പുകളെ ഖളാ വീട്ടാൻ, നോറ്റു വീട്ടാനുണ്ട് എങ്കിൽ ആ നിർബന്ധമായ നോമ്പിനോടൊപ്പം നാം ഈ പറഞ്ഞ സുന്നത്തായ നോമ്പുകളെ കൂടി ഉൾപ്പെടുത്താവുന്നതാണ്. അതും സ്വീകാര്യമായിട്ടുള്ള രൂപമാണ്. ദുൽഹിജ്ജ 9 നാം അനുഷ്ഠിച്ച് വീടാറുള്ള അറഫയുടേതായ സുന്നത്തായ നോമ്പിനാണ് മുഹറം 10 നോമ്പിനേക്കാൾ സുന്നത്തായ ആഷുറാഇന്റെ അഥവാ മുഹറം 10 നാം അനുഷ്ഠിക്കുന്നതായ നോമ്പിനേക്കാളും ശ്രേഷ്ഠതയും പോരിശയും പവിത്രതയും ഒക്കെ ലഭിക്കുന്നത് ഈ അറഫയുടേതായ സുദിനത്തിലെ സുന്നത്തായ നോമ്പിനാണ്. ബഹുമാനപ്പെട്ട ഫത്ഹുൽ മുഈനിൽ ഈ ഒരു വിഷയം പ്രതിപാദിക്കുന്നുമുണ്ട്. ഇതിന്റെ കാരണം എന്ത് എന്ന് വെച്ചാൽ, അറഫയുടേതായ നോമ്പ് അനുഷ്ഠിച്ച വ്യക്തിക്ക് അല്ലാഹു തആല 2 വർഷത്തെ പാപങ്ങളാണ് പുറത്തു കൊടുക്കുന്നത്. വരാനിരിക്കുന്നതും കഴിഞ്ഞു പോയതുമായ ഓരോ വർഷങ്ങളിലെ പാപങ്ങൾ അല്ലാഹു തആല അറഫയുടേതായ ദുൽഹിജ്ജ 9 സുന്നത്തായ നോമ്പ് അനുഷ്ഠിച്ച ആൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കും. അതേസമയം ആഷൂറ അഥവാ മുഹറം 10 സുന്നത്തായ നോമ്പ് അനുഷ്ഠിച്ച വ്യക്തിക്ക് അല്ലാഹു തആല 1 വർഷത്തേതായ പാപങ്ങൾ അല്ലാഹു തആല മാപ്പാക്കി കൊടുക്കുന്നതാണ്, പ്രായച്ചിത്തമാണ്. സൗമു ആഷൂറ കഫാറത്തു സന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വചനങ്ങളാണ്. ആഷൂറഇൻ്റെതായ നോമ്പ് അഥവാ മുഹറം 10 നാം നോറ്റുവീടാറുള്ളതായ സുന്നത്തായ നോമ്പ് 1 വർഷം ചെയ്തതായ പാപങ്ങൾക്കൊക്കെ അത് പ്രായച്ചിത്തമാണ്, പരിഹാരമാണ് എന്ന് നബിയുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്. ഇവിടെ നാം പറയുകയുണ്ടായി, അറഫയുടേതായ ദുൽഹിജ്ജ 9 നോമ്പിനെ നോറ്റുവീട്ടയാളുടേതായ 2 വർഷക്കാലത്തെ പാപങ്ങൾ അല്ലാഹു തആല മാപ്പാക്കി കൊടുക്കും, പാപങ്ങൾക്ക് പരിഹാരമാണ്, പ്രായച്ചിത്തമാണെന്നൊക്കെ. അതിന്റെ കാരണം ഈ അറഫയുടേതായ സുദിനം എന്നത് യൗമുൻ മുഹമ്മദിയുൻ അഥവാ അറഫയുടേതായ സുദിനം മുഹമ്മദീയ സമുദായത്തിന്റെ ദിവസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തീങ്ങളാകുന്ന നമ്മുടേതായ പ്രത്യേകതയിൽപ്പെട്ടതാണ് ഈ അറഫയുടേതായ സുദിനം എന്നുള്ളത്.
അഥവാ അറഫയുടേതായ സുദിനം യൗമുൻ മുഹമ്മദിയുൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതായ മുഹമ്മദീയ സമുദായത്തിൻ്റെതായ ദിനമാണ് അറഫയുടേതായ സുദിനം. ഈ അറഫയുടേതായ സുദിനത്തിൽ നോമ്പെടുക്കൽ മറ്റ് സമുദായങ്ങൾക്ക്, മറ്റു പ്രവാചകന്മാരുടെ അനുയായികൾക്ക് സുന്നത്തായിരുന്നില്ല. മറിച്ച് സുന്നത്തുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട നാം ഓരോരുത്തർക്കുമാണ്. ഇതേ സമയം ആഷുറയിൻ്റെതായ സുദിനം, മുഹറം 10ൻ്റെതായ സുദിനം, അത് യൗമുൻ മൂസവിയുൻ, മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമുദായത്തിൻ്റെതായ ദിനമാണ്. നമ്മുടെ പ്രവാചകനാകുന്ന അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അമ്പിയാക്കളിൽ ഏറ്റവും ശ്രേഷ്ഠരായതുകൊണ്ട് തന്നെ സൃഷ്ടാവായ അല്ലാഹു തആല പരിശുദ്ധമായ അറഫയുടേതായ സുന്നത്തായ നോമ്പിന് മറ്റ് ആഷുറയിൻ്റെതായ സുദിനത്തിൽ നോമ്പ് അനുഷ്ഠിക്കുന്നതിനേക്കാളും എക്സ്ട്രാ അഥവാ ഡബിൾ പ്രതിഫലമാണ് നൽകിയിരിക്കുന്നത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അമ്പിയാക്കന്മാരുടെ നേതാവായതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉമ്മത്ത് മുഹമ്മദിന് ഈ നിലയ്ക്ക് ഒരു അനുഗ്രഹം അള്ളാഹു തആല ചെയ്തു തന്നത്. അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, ദുആഉ യൗമി അറഫ, പ്രാർത്ഥനകളിൽ നാം സൃഷ്ടാവായ അള്ളാഹുവിനോട് നമ്മുടെ മനസ്സിന്റെ വേദന, പ്രശ്ന, പ്രതിസന്ധി, പ്രയാസങ്ങളെ പറയാറുണ്ടല്ലോ. ആ പറയാൻ പറ്റിയ ഏറ്റവും സമുന്നതമായ ഉത്തമമായ സമയമാണ് അറഫയുടേതായ സുദിനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ദുആയിൽ ഏറ്റവും ഉത്തമമായത് അറഫയുടേതായ സുദിനത്തിൽ സൃഷ്ടാവായ അള്ളാഹുവിനോട് കരങ്ങൾ ഉയർത്തി മനമുരുകി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. ഒരിക്കൽ അറഫയുടേതായ സുദിനത്തിൽ ജനങ്ങളോട് യാചിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെ സാലിം ഇബ്നു അബ്ദില്ല എന്ന മഹാരഥൻ കണ്ടപ്പോൾ ആ യാചിച്ചു കൊണ്ടിരിക്കുന്ന ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ മനുഷ്യനോടായിട്ട് പറഞ്ഞു, യാ ആജിസ്, ഓ ദുർബലനായവനെ, അശക്തനായവനെ, ഫീ ഹാദൽ യൗമി യുസ്അലു ഗൈറുല്ലാഹി അസ്സ വജല്ല, ഈ അറഫയുടേതായ ഈ ചോദിച്ചാൽ ഉത്തരം നൽകാൻ വേണ്ടി കാത്തിരിക്കുന്ന സൃഷ്ടാവായ അല്ലാഹു തആല വളരെയധികം പ്രതിഫലങ്ങൾ നൽകാൻ തയ്യാറായിരിക്കുന്ന ഈ അനുഗ്രഹീതമായ സുദിനത്തിൽ അള്ളാഹുവിനോടല്ലാതെ ആരെങ്കിലും വല്ലതും ചോദിക്കോ? ദുർബലനായവനെ, അശക്തനായവനെ, നീ അള്ളാഹുവിനോട് ചോദിക്കുക എന്ന് ബഹുമാനപ്പെട്ട സാലിം ഇബ്നു അബ്ദില്ല എന്ന മഹാൻ ഒരു അറഫയുടേതായ സുദിനത്തിൽ ജനങ്ങളോട് തന്റെ ആവശ്യങ്ങളെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതായ ഒരു മനുഷ്യനെ കണ്ടപ്പോൾ അദ്ദേഹത്തിനോട് ഉണർത്തിക്കൊടുത്തു. സ്വഹീഹ് മുസ്ലിമിൽ ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസിൽ കാണാം, പരിശുദ്ധമായ അറഫയുടേതായ സുദിനത്തിൽ നരകത്തിൽ നിന്ന് അടിമകളെ അല്ലാഹു തആല കൂടുതലായിട്ട് മോചിപ്പിക്കുന്നത് പോലെ മറ്റൊരു ദിനവുമില്ല. അഥവാ അറഫയുടേതായ ദിനത്തിൽ അല്ലാഹു തആല ധാരാളം എണ്ണമറ്റതായ നരകാവകാശികളെ അല്ലാഹു തആല നരകത്തിന്റെ ആൾക്കാരിൽ നിന്ന്, അഹിലുകാരിൽ നിന്ന്, കൂട്ടരിൽ നിന്ന്, വിഭാഗത്തിൽ നിന്ന്, അവകാശികളിൽ നിന്ന് അല്ലാഹു തആല പേര് വെട്ടിമാറ്റി സ്വർഗത്തിന്റെ അഹിലുകാരാക്കി അല്ലാഹു അവരെ മാറ്റുന്നതാണ്. അത്രത്തോളം മഹത്തായ, ബൃഹത്തായ, അനുഗ്രഹ സമ്പൂർണ്ണ സമ്പുഷ്ടമായ ദിനമാണ് നമ്മളിലേക്ക് സമാഗതമാകാനിരിക്കുന്ന അറഫയുടേതായ സുദിനം. അറഫയുടേതായ സുദിനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അധികരിപ്പിച്ചിരുന്നതായ ദിക്ർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ ദിക്റായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ അനുഗ്രഹീതമായ അറഫയുടേതായ സുദിനത്തിൽ അവിടുന്ന് അധികരിപ്പിച്ചിരുന്നതായ ദിക്ർ. ആകയാൽ പ്രിയമുള്ള മാതാപിതാക്കളെ, സഹോദര സഹോദരിമാരെ, അനുഗ്രഹീതമായ അറഫയുടേതായ സുദിനത്തെ വരവേൽക്കാൻ ഈമാനികമായി നാം ഓരോരുത്തരും തയ്യാറാകേണ്ടതായിട്ടുണ്ട്. ആ ദിനങ്ങളുടെ പവിത്രതയ്ക്ക് കോട്ടം വരുത്തുന്ന പ്രവർത്തനങ്ങൾ വാക്കാലോ പ്രവർത്തനങ്ങളാലോ മറ്റേതെങ്കിലും തരത്തിലൊന്നും നമ്മളിൽ നിന്നുണ്ടാകാൻ പാടില്ല. കാരണം ദുആഇന് ഇജാബത്തുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായത്തിന് അല്ലാഹു തആല പ്രത്യേകം കനിഞ്ഞരുളിയ അനുഗ്രഹീതമായ സുദിനമാണ് അറഫയുടേതായ ദിനം. ആകയാൽ ആ ദിനത്തിൽ ഇബാദത്തുകൾ കൊണ്ട് കർമ്മനിരതരാകാൻ സർവേശ്വരനായ സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഈ ദിനങ്ങൾ നാം ചെയ്യുന്നതായ നമ്മുടേതായ പ്രാർത്ഥനകൾ, നമ്മുടേതായ സുഹൃതങ്ങൾ, നോമ്പുകൾ, ദാനധർമ്മങ്ങൾ, മറ്റ് നല്ല കാര്യങ്ങൾക്കൊക്കെ അല്ലാഹു തആല അർഹമായ പ്രതിഫലം രണ്ട് ലോകത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കുടുംബങ്ങൾ രോഗികളായി കഴിയുന്നവർക്ക്
അള്ളാഹു തആല അവന്റെ മഹദായ ഫള് കൊണ്ട് പരിപൂർണമായ രോഗശമനം നൽകി അനുഗ്രഹിക്കട്ടെ. ദുആ വസിയത്തോടുകൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.